ആമേൻ ആമേൻ. മിന്നൽ പോലെ ചങ്കിൽ മിന്നു മാതാവേ, മണ്ണിൽ എൻ്റെ ആനന്ദത്തിൻ ദാതാവേ, പൊന്നുണ്ണീശോയെ മാറിൽ ചേർത്തു നീ വന്നാൽ പൊന്നിൻ പൂരം ചങ്കിൽ ചേരും മാതാവേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഉൽപ്പത്തി 3:12 അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഉൽപ്പത്തി 3:12 ആദം പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. മരണം തന്ന ആദ്യത്തെ പഴം. എന്നാൽ സ്വർഗം, ദൈവം വാഗ്ദാനത്തിൻ്റെ പൂമരത്തിൽ നിന്നും രക്ഷയുടെ ഏക ഫലത്തെ, രക്ഷയുടെ ഏകജാതനെ പറിച്ച് എടുത്ത് നമ്മുടെ കയ്യിൽ തരാൻ മറ്റൊരു സ്ത്രീയെ നിയോഗിച്ചു, അമ്മ മറിയം. ആദ്യത്തെ ഹൗവ പിഴച്ചെങ്കിൽ പുതിയ ഹൗവ പവിഴം പോലെ കുരിശിൻ്റെ ചുവട്ടിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് നിന്നു. അവളോടൊപ്പം നിന്ന് പോരാടിയാൽ രക്ഷകൻ നൽകുന്ന വാഗ്ദാനത്തിൻ്റെ ഫലം, രക്ഷയുടെ ഫലം, കൃപയുടെ ഫലം നമ്മുടെ കയ്യിൽ ഇരിക്കുമെന്ന് ഉറപ്പ്. ഈ ഉറപ്പ് നൽകുന്ന നോമ്പിൻ്റെ 1-ാം ദിവസം നമുക്ക് അമ്മയോട് ചേർന്ന് വചനം വായിക്കാം. വചനം വായിക്കുന്നവരുടെ കയ്യിൽ ഒരു മാണിക്യം പോലെ രക്ഷയുടെ ഫലത്തെ അമ്മ കൊണ്ടുതരും, നമുക്ക് അർഹതയില്ലെങ്കിൽ പോലും. ആമേൻ. മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാ വേദിയിലെത്തിക്കാൻ നാഥാ കൃപ നീ ചൊരിയണമേ. വലിയ സന്തോഷത്തോടെ ഒരു കാര്യം വീണ്ടും പരിചയപ്പെടുത്തട്ടെ. 60 വയസ്സിന് മുകളിലുള്ള അനേകം പേർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ, കൃപയിൽ ഉറപ്പിക്കാൻ അഭിഷേകം നൽകിയ ധ്യാനമാണ് ചങ്ങനാശ്ശേരി സിയോൺ ധ്യാന കേന്ദ്രത്തിലെ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. ഇനി ആ ധ്യാനം വരുന്നത് സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിലാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മാസം വീണ്ടും ജീവിതത്തെ ശക്തിപ്പെടുത്താനും വചനത്താൽ നിറയ്ക്കാനും ദൈവം ഒരുക്കുന്ന അപൂർവ അവസരമാണ്. കേരളത്തിൽ ഇതുപോലെ അവസരം മറ്റൊരിടത്തില്ല. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് ഒരുമിച്ച് വസിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് പങ്കുവെച്ച് ശക്തിപ്പെട്ടു പോകാൻ ദൈവം ഒരുക്കുന്ന ധ്യാനം. ഈ മഹനീയ അവസരം മക്കൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും സമ്മോഹനമായ സമ്മാനമാണ്. അങ്ങനെ അനേകം മക്കൾ പറഞ്ഞിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഏകദേശം 1000ഓളം മക്കൾ കഴിഞ്ഞ 13 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി. ഈ സുവർണ അവസരം മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരമമായ സമ്മാനം. അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ധ്യാനം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. വിളിച്ച് ബുക്ക് ചെയ്യണം. കാരണം താമസ സൗകര്യം ഒരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാണ്.